എന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് ഈ പോസ്റ്റേഴ്സ് കോമഡി ആണല്ലോ. ഇപ്പം എല്ലാ സ്ഥലത്തും ഈ ട്രെൻഡിങ്ങിൽ പോണ സാധനം ഇതാണ്. വിവാഹ വാഗ്ദാനം നൽകി വ്ളോഗർ പീഡിപ്പിച്ചു. ഈ വിവാഹ വാഗ്ദാനം നൽകുന്ന വ്ളോഗേഴ്സിന് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിളിക്കുന്നിടത്ത് പോയിട്ടല്ലേ ഈ പീഡിപ്പിച്ച ആളെന്താ കാണിക്കാത്തത്? അത് വേറെന്തെങ്കിലും എതിരായിരിക്കും, പ്രശ്നമാണ്. വിളിക്കുന്നിടത്ത് പോയിട്ടല്ലേ, എന്തിനാ പോകാൻ നിൽക്കണത്? വിവാഹ വാഗ്ദാനം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വിളിക്കുന്നിടത്തൊക്കെ പോവും. അറിയിട്ട് വയ്ക്കുക. ചതിയിൽ മാക്സിമം പെടാതൊക്കെ, അത്രേ ഉള്ളൂ. ഞാൻ സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇത് വേറെ പൈസ പറ്റിക്കണമെന്നെങ്കിൽ പരിപാടിയാണെങ്കിൽ അതിലേക്ക് നിൽക്കരുത്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇതൊന്ന് നോക്ക്. പിടികൂടുന്നത് ആ രണ്ട് യുവാക്കളെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ലഹരിക്കെതിരെ ഒരു മാർച്ച് നടത്തുകയായിരുന്നു. അനുവദിക്കേണ്ടതില്ല ആ മുഖമൊക്കെ കാരണം ഇയാളുടെ വീട്ടിലെ ആൾക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആ മുഖം കാണണം. പറഞ്ഞോളൂ അഞ്ജലി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺകുമാർ, യൂത്ത് കോൺഗ്രസ് തരത്തിലൊരു ലഹരിക്കെതിരെ ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു. ഈ മാർച്ച് നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രധാനമായും DCC പ്രസിഡന്റ് മുഹമ്മദ് ഇതന്നെ വേണ്ടിയത്, നിരത്തി പിടിക്കണം. പക്ഷെ പിടിക്കണമുണ്ട്, അതിന്റെ സൈഡിൽ കൂടെ വേറെ സാധനം പോണമുണ്ട്. എന്താ ഈ സാധനത്തിന്റെ അവസ്ഥ? ഇവ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. ഒരു യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പറഞ്ഞത് യേശുവിന്റെ നാമത്തിന് യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില് ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ബൗട്ടാലിയ റീകാരവ ബൗട്ടാലിയ ജാരാവ യേശുവിന്റെ നാമത്തിൽ. ഇവരൊക്കെ 38 കേസോ 36 കേസോ കേസത്തെ പ്രതിയല്ലേ അവന്? കറക്റ്റ് അറിയില്ല. ഇവനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊരു പാസ്റ്ററായുള്ള അവസ്ഥ എന്തായിരിക്കും? വാവ്, മോട്ടിവേഷൻ സ്പീക്കർ കഥ തന്നെ. നേരത്തെ പിടിച്ചു കഴിഞ്ഞതാ ഇതേ മേരി കൊട്ടുക്കണം. പയങ്ങാടി വരും, പയങ്ങാടി ഒന്നിവ റോയിനെ എന്തെടുത്ത് തൂക്കിയാലോ? ഇവരെല്ലാം വേണ്ടേ? പോലീസ് വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട്. അനാക്കിപ്പെട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ടു പൊയ്ക്കോളും. പിന്നെ ഓൻ വരില്ല. എങ്ങനെ ചെയ്യണം? നാട്ടുകാർ രണ്ടും കൽപ്പിച്ചെന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഇത്ര ഉള്ളു പറയാന്. മക്കളെ സാധനങ്ങള് മാക്സിമം നിങ്ങൾ ഒഴിവാക്കിക്കോളി. കൈമ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെന്നല്ല എല്ലാവരും പ്രതികരിക്കും. ഇതിൽ 2K കിട്ടും, 90s കിട്ടും, 70s ഒന്നുമില്ല, 80s 70s ഒന്നുമില്ല. ആരെ കൈമിലാണോ സാധനം ഉള്ളത് നല്ലോണം ഹരാക്കിപ്പെട്ട് വേനാക്കി വിടും.